ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളൊന്നെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിൽ നക്ഷത്രക്കാവുണ്ട്. ഇപ്പം നമുക്കറിയാം ഓരോ നക്ഷത്രങ്ങൾക്കും ആ നക്ഷത്രത്തിൻ്റെതായ ഓരോ വൃക്ഷങ്ങളുണ്ടെന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. ഇപ്പം അശ്വതിക്ക് കാഞ്ഞിരമാണെങ്കിൽ ഭരണിക്ക് നെല്ലിയാണ്, കാർത്തികയ്ക്ക് അത്തിയാണ്. അങ്ങനെ നമുക്ക് ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങളുണ്ട്. അത് ഹിന്ദു സങ്കല്പത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു നക്ഷത്രക്കാവുണ്ട്. ഈ കാവിനുള്ളിൽ ഓരോ നക്ഷത്രത്തിനുമുള്ള വൃക്ഷങ്ങൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ നക്ഷത്രക്കാവ് എന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കി വരികയും ചെയ്തത്. നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തി അവർ വിശ്വസിക്കുന്ന അവരുടെ നക്ഷത്രങ്ങളിലെ വൃക്ഷങ്ങൾക്ക് വെള്ളമൊഴിക്കുകയും അതിനെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ നക്ഷത്രക്കാവ്. നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ കോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്. അടൂർ താലൂക്കിലെ തുവയൂർ വടക്ക് അന്തിച്ചിറ ശ്രീ കോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഒരു വിശേഷാൽ ചടങ്ങ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. പൂക്കളം വിളക്ക് അൻപൊലി എന്ന അപൂർവങ്ങളായ ഒരു ക്ഷേത്രാചാര ചടങ്ങാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കാണണം. ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ തുവയൂർ വടക്ക് ശ്രീ കോട്ടൂർ ഭഗവതി ക്ഷേത്രം കാര്യസിദ്ധിക്ക് രുദ്രാക്ഷപ്പറ വഴിപാട് നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. ശ്രീ കോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആശ്രയം തേടി അരികെ തണയുന്ന ഭക്തർക്ക് അനുഗ്രഹത്തിൻ്റെ മൂർത്തീഭാവമായി അമ്മയായി അഭയമരുളി അനുഗ്രഹം ചുരിയുകയാണ് ശ്രീ കോട്ടൂർ ഭഗവതി. ഭഗവതിമാരെ ശ്രീകോവിലിൽ നിന്നും എഴുന്നള്ളിച്ച് കാണിക്കപ്പറ സമർപ്പണത്തിന് ശേഷം ആചാരവിധിപ്രകാരം പുറത്തെ വാതിലിൽ നിന്നും കിഴക്കേ വലിയ നടപ്പന്തലിൽ തയ്യാറാക്കുന്ന 21 വിളക്ക് പൂക്കളത്തിലേക്ക് ഭഗവതിമാർ എഴുന്നള്ളിയെത്തുന്നു. പൂക്കളം വിളക്ക് അൻപൊലിക്കളത്തിൽ തമ്പുരാട്ടിമാർ ഭക്തർ സമർപ്പിക്കുന്ന അൻപൊലിപ്പറ സ്വീകരിച്ച് അനുഗ്രഹം ചൊരിയുന്നു. പടിഞ്ഞാറ് ദർശനം നൽകുന്ന മഹാദേവൻ രുദ്രാക്ഷപ്പറ വഴിപാട് സ്വീകരിക്കുന്ന അപൂർവ ക്ഷേത്രമാണ് കോട്ടൂർ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രമുറ്റത്ത് വളരുന്ന രുദ്രാക്ഷമരത്തിൽ നിന്നും ലഭിക്കുന്ന രുദ്രാക്ഷം ഉപയോഗിച്ച് കാര്യസിദ്ധിക്കായി രുദ്രാക്ഷപ്പറയും ശിവദീപവും ഭക്തർ വഴിപാട് നൽകുന്നു. 7 തവണ രുദ്രാക്ഷപ്പറയും 7ാം തവണ രുദ്രാക്ഷപ്പറയ്ക്കൊപ്പം പ്രത്യേക താലത്തിൽ 21 ശിവദീപവും തെളിയിച്ച് വലം വച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള ആഗ്രഹം മഹാദേവൻ നടത്തിത്തരും എന്നുള്ളതാണ് വിശ്വാസം. ആഗ്രഹപൂർത്തീകരണത്തിനും ഉദ്ദിഷ്ടകാര്യലബ്ധിക്കുമായി വിവിധ ദേശങ്ങളിൽ നിന്നും അനവധി ഭക്തരാണ് രുദ്രാക്ഷപ്പറ സമർപ്പിക്കുവാൻ സന്നിധിയിൽ എത്തുന്നത്.